ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, ഇന്നത്തെ ഏതെങ്കിലും ഒരു പ്രവൃത്തി തിരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരാൾ പറഞ്ഞു, ഒരാളെക്കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഞാനത് മറ്റൊരാളോട് പറഞ്ഞു. അത് അയാളുടെ ചെവിയിലും എത്തി. അയാൾക്ക് വിഷമമുണ്ട്, എനിക്കത് തിരുത്തണം. ഗുരു പേസ്റ്റിൻ്റെ ട്യൂബ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് പുറത്തേക്കെടുക്കാൻ അയാളോട് പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തപ്പോൾ അടുത്ത നിർദ്ദേശം വന്നു, ഇനി അത് തിരിച്ച് ട്യൂബിലേക്ക് കയറ്റുക. എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വിഷമിച്ച് നിൽക്കുന്ന അവനോട് ഗുരു പറഞ്ഞു, എല്ലാ തെറ്റും തിരുത്താനാകില്ല. നമസ്കാരം, ഞാൻ എന്നെ മുഹമ്മദ് ഊട്ടി. സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാനാകില്ല, അത് പറന്നു നടക്കും. പറഞ്ഞതെല്ലാം പിൻവലിച്ചെന്ന് പറയുന്നത് സാങ്കേതിക മാത്രമാണ്. പറഞ്ഞ വാക്കുകളും അവയുണ്ടാക്കിയ അനുരണനങ്ങളും നിലനിൽക്കും. കൂടുതൽ മാനങ്ങളും വിശദീകരണങ്ങളും കൈവന്ന് അവ പടർന്നു പിടിക്കും. നന്മകൾക്കൊന്നും സ്വയം പരക്കാനുള്ള ശേഷിയില്ല. അശ്ലീലങ്ങൾക്കെല്ലാം സ്വയം പ്രജനന ശേഷിയും പ്രചാരണ സാധ്യതയുമുണ്ട്. വന്യമൃഗത്തെ കൂട്ടിൽ നിന്ന് പുറത്തുവിട്ട ശേഷം തുറന്നുവിട്ട അതേ ലാഘവത്തോടെ തിരിച്ച് കയറ്റാമെന്ന് കരുതുന്നത് പോലെയാണ് പറത്തിവിടുന്ന ഓരോ പരദൂഷണവും. തിരിച്ചു കയറ്റിയാലും തിരുത്താനാകാത്ത പല ദുരന്തങ്ങളും അവ സൃഷ്ടിച്ചിട്ടുണ്ടാകും. ക്ഷമിക്കണമെന്ന വാക്ക് എല്ലായിടത്തും പരിഹാരമല്ല. യാതനകൾ ഏറ്റുവാങ്ങിയാൽ ക്ഷമിച്ചാലും ഏൽപ്പിച്ച മുറിവുകൾ അങ്ങനെ തന്നെ അവശേഷിക്കും. എല്ലാ അസത്യ പ്രചാരണങ്ങളുടെയും അടിസ്ഥാനം അസൂയയാണ്. തന്നേക്കാൾ താഴെയുള്ളവരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും താല്പര്യമില്ല. തൻ്റെ ഒപ്പമോ തന്നേക്കാൾ മുകളിലോ ഉള്ളവരെ താഴെ ഇടുകയാണ് എല്ലാ കിംവദന്തികളുടെയും അടിസ്ഥാന ധർമ്മം. എല്ലാ നുണകൾക്കും ചില പൊതു സ്വഭാവങ്ങളുണ്ട്. അവ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവയ്ക്ക് ഓരോ കൈമാറ്റത്തിലും രൂപമാറ്റവും അർത്ഥവ്യത്യാസവും സംഭവിക്കും. കേൾക്കുന്നവയുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ ക്ഷമയും താല്പര്യവും വേണം. കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു പ്രയത്നവും വേണ്ട. അതാണ് എളുപ്പവും. പുനർനിർമ്മിക്കാനാകാത്ത ഒന്നും നശിപ്പിക്കരുത്, പ്രത്യേകിച്ച് സൽപ്പേര്. എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അതിനെ നാം മാനിക്കാൻ പഠിക്കണം.